വെൽക്കം ബാക്ക്. എക്സിറ്റ് പോളുകൾ എക്സാക്ട് പോൾ ആയിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഭൂരിപക്ഷം അഭിപ്രായപ്പെടുന്നത് ആയിരിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയല്ലേ, പല കാരണങ്ങൾ കൊണ്ട്. അതായത് അതിലും അപ്പുറം സാറേ, ഈ എക്സിറ്റ് പോള് ബംഗാളിൽ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അംഗീകരിക്കാം. ബംഗാളിൽ അംഗീകരിക്കുന്നത് പലതരം സാധ്യതകളാണല്ലോ പരിശോധിക്കുന്നത്. ഇപ്പൊ എക്സിറ്റ് പോൾ ആണെങ്കിലും നമ്മൾ മറ്റ് രാഷ്ട്രീയ ചർച്ചകളാണെങ്കിലും വാർത്തകളൊക്കെ ആണെങ്കിലും പലതരം സാധ്യതകളാണല്ലോ പരിശോധിക്കുന്നത്. ഇനിയിപ്പം നമുക്ക് 4 മണിക്ക് നമ്മൾ സാധാരണ മുഖ്യമന്ത്രി ചർച്ചകളിലേക്കാണല്ലോ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എല്ലാവരും. അപ്പൊ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ആരായിരിക്കും എന്നൊരു ചർച്ച ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മൾ LDF ജയിക്കുകയാണെങ്കിൽ ആരായിരിക്കും പ്രതിപക്ഷ നേതാവ്, UDF ജയിക്കുകയാണെങ്കിൽ ആരായിരിക്കും പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അപ്പൊ സ്വാഭാവികമായിട്ടും LDFന്റെ ഭാഗത്തുനിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ, P രാജീവ് അങ്ങനെയുള്ളവരുടെ പേരുകളും ഇപ്പുറത്ത് നിന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ഇനിയിപ്പോൾ വനവാസത്തിൽ പോകുന്നുണ്ട് അദ്ദേഹം ഉണ്ടാവുമെന്ന് അറിയില്ല, മീൻസ് തോറ്റാൽ രമേശ് ചെന്നിത്തല ഇങ്ങനെയുള്ള പേരുകളൊക്കെ പറഞ്ഞു. പക്ഷേ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയുമോ, ഇപ്പൊ എക്സിറ്റ് പോളിന്റെ പോലെ തന്നെ LDF ജയിച്ചാൽ എന്നുള്ളത് മാത്രം കട്ട് ചെയ്ത് പ്രചരിപ്പിക്കുക അങ്ങനെയാണല്ലോ. അതുപോലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായിട്ട് ചിത്രീകരിച്ചു എന്നൊരു ആക്ഷേപം കൂടിയുണ്ട്. ഇനി എനിക്ക് ഇതിനകത്ത് സാങ്കേതിക ഉണ്ടാകില്ല എന്നുള്ള കാര്യം അല്ല, ഒരു കാര്യം ഞാൻ പറയാം. ഇതിൽ തെറ്റാൻ പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സെഫോളജിയുമായി ബന്ധപ്പെട്ട അല്പം പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയാം. വോട്ട് ഷെയറിനെയാണ് നിങ്ങൾ സീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത് കേരളത്തിൽ. കറക്റ്റ്. വോട്ട് ഷെയറിനെ സീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കേരളത്തിൽ ഇത് തെറ്റിപ്പോകാനുള്ളതിന്റെ കാരണം, കേരളത്തിൽ മലബാർ മേഖലയിൽ നിന്ന് UDFന് കിട്ടുന്ന വോട്ട് ഷെയർ ആയിരിക്കില്ല മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഉണ്ടാവുന്നു. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വടക്കൻ കേരളത്തിൽ കിട്ടുന്ന വലിയ ഭൂരിപക്ഷത്തിന്റെ ഒരു ജില്ലയിൽ കിട്ടുന്ന വോട്ട് ഷെയറിനെ മറ്റ് ജില്ലകളിലെ സീറ്റുകളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു എന്നുള്ളിടത്താണ് ഈ പ്രശ്നം സംഭവിക്കാൻ പോകുന്നത്. ഈ പ്രശ്നം ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അതുകൊണ്ടാണ് മലബാർ മേഖലയിൽ മലപ്പുറത്തിന് കിട്ടുന്ന വോട്ട് ഷെയർ വെച്ചുകൊണ്ട് കണ്ണൂരിനെ നിങ്ങൾ അസസ് ചെയ്യുന്നു. അതാണ് ഇവിടെ സംഭവിച്ചു പോയ മിസ്റ്റേക്ക്. ആ മിസ്റ്റേക്കാണ് യഥാർത്ഥത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്, കേരളം മുഴുവൻ സംഭവിക്കാൻ പോകുന്നത്. കാര്യം നേരിയ മാർജിൻ ആണെങ്കില ഒരു വേവ് ഉണ്ടെങ്കിൽ ഇത് വ്യക്തമാകും. ഇപ്പൊ 90-ന് മുകളിൽ സീറ്റ് കിട്ടും എന്നുണ്ടെങ്കിൽ വടക്കൻ കേരളത്തിലാണ് അല്ല 90-ന് മുകളിലേക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഒരു വലിയ വേവ് ഉണ്ടെന്നുള്ളതാണ്. പക്ഷേ ഇവിടെ വോട്ട് പെർസെന്റേജ് വെച്ച് നിങ്ങൾ സീറ്റ് പ്രൊജക്ഷൻ നടത്തുമ്പോൾ സംഭവിച്ചേക്കാവുന്ന വലിയ സാങ്കേതികമായിട്ടുള്ള പ്രശ്നം ഇവിടെയുണ്ട്. ഒരു തിൻ മെജോറിറ്റിയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെങ്കിൽ. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു എക്സിറ്റ് പോളുകൾ തെറ്റുമെന്ന കാര്യത്തിൽ എനിക്കിപ്പോ ഈ നിമിഷവും സംശയമില്ല. ചരിത്രത്തിൽ അങ്ങനെ ഒരു സംശയത്തിന്റെ ആവശ്യവുമില്ല. ബംഗാളിൽ മമത തോൽക്കുമെന്ന് പറഞ്ഞ സർവേ തമിഴ്നാട്ടിൽ TVK വിജയിക്കുമെന്ന് പറയുന്ന സർവേ പോലെ അത്രയേ ഉള്ളൂ. Meet the editors.